പത്രസമ്മേളനത്തിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു ഒരു വിഭാഗം ആളുകൾ എന്ന നിലയിലുള്ളൊരു പത്രസമ്മേളനമാണ് നടത്തിയത്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വസ്തുതകളാണ് അവർ പത്രസമ്മേളനത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും LDFിൻ്റെ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് വസ്തുത എന്താണെന്ന് ബഹുജനങ്ങളോട് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര ബ്ലോക്കിൽ LDF 7 സീറ്റും UDF 7 സീറ്റുമാണ് വിജയിച്ചത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തസ്തികകളിലേക്ക് നറുക്കെടുപ്പിലൂടെ UDF പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൈകാര്യം ചെയ്യുന്നത് LDF ആണ്. സ്വാഭാവികമായും ഒരു ഭരണസമിതി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതൊരു പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അതൊരു പഞ്ചായത്ത് ഭരണസമിതിയാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഇന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുടെ അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് UDFിൻ്റെ ജനപ്രതിനിധികൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭരണസമിതിയാണ്. ആ ഭരണസമിതി പരമാവധി കൂട്ടായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. സാധാരണ നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. കഴിഞ്ഞ 5 വർഷവും ഇടതുപക്ഷ ജനാധിപത്യം നിന്നതിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച സമയത്തും ആ ഭരണസമിതിയും എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്തി കൂട്ടായ തീരുമാനമാണ് എടുത്തത്. അതാണ് നടപ്പിലാക്കിയത്. അതിന് എല്ലാവരുടെയും സഹകരണം ലഭ്യമായിരുന്നു എന്നുള്ളത് എല്ലാ മാധ്യമ പ്രവർത്തകന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനകത്ത് LDF UDF എന്ന പക്ഷഭേദമില്ലാതെ എല്ലാ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ നടത്താറുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അത് ഞാൻ എൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇപ്പം യഥാർത്ഥത്തിൽ വളരെ പച്ചയായി ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം ആളുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. വളരെ പച്ചയായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ സത്യം കടിങ്ങാടാണ്. അതുപോലെ തന്നെ അവസാന വർഷം മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായിരുന്ന KS മൗലവി. പിന്നീട് വന്ന തദ്ദേശ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മുസ്ലിം ലീഗിൻ്റെ നേതാവ് കല്ലൂർ മുഹമ്മദ് അലി പ്രവർത്തിച്ചു. അപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എടുത്ത് നടപ്പിലാക്കുന്നത്. അതിൻ്റെ മികച്ച മാതൃകകളും അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ മാതൃകയായ, സംസ്ഥാനത്തിന് മാതൃകയായ ഡയാലിസിസ് സെൻറ്റർ. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് പേരാമ്പ്ര ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ സംഭാവനയായി സ്വീകരിച്ച് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അങ്ങനെയാണ് ഏറ്റവും മികച്ച ഒരു ഡയാലിസിസ് യൂണിറ്റ് തികച്ചും സൗജന്യമായി പേരാമ്പ്രയിൽ പ്രവർത്തിക്കുന്നത്. ഈ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി, ഞാൻ പ്രസിഡന്റായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം കുറെ കൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലയിലെ ഏറ്റവും മികച്ച ഡയാലിസിസ് യൂണിറ്റിനുള്ള അവാർഡും നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബഹുമാന്യ MLA-മാരുടെ സഹായം കിട്ടിയിട്ടുണ്ട്, MP-മാരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അതിന് ആശുപത്രിയുടെ കെട്ടിടം പണിയുന്നതിന്, ഡയാലിസിസ് യൂണിറ്റുകൾ വാങ്ങുന്നതിന്, വിവിധ ഉപകരണങ്ങൾ വാങ്ങുന്നതിന്, ബ്ലോക്ക് പഞ്ചായത്തും അവിടെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന്, ഉപകരണങ്ങൾ വാങ്ങുന്നതിന്, അതുപോലെ തന്നെ 3 ഫേസ് കണക്ഷൻ ഉണ്ടാകും, പുതിയ ജനറേറ്റർ സ്ഥാപിക്കുന്നതിനൊക്കെ വലിയ പണം ബ്ലോക്ക് പഞ്ചായത്ത്
അവിടെ പദ്ധതി വിഹിതമായി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി വരുന്ന സമയത്ത് താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി 24 മണിക്കൂർ പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ ബഹുമാനിയായ MLA ഇടപെടേണ്ട ഭാഗമായിട്ടാണ് 24 മണിക്കൂർ കാഷ്വാലിറ്റിയും കാരുണ്യ ഫാർമസിയും അവിടെ അനുവദിക്കപ്പെട്ടത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയുടെ ഇടപെടേണ്ട ഭാഗമായിട്ടാണ് 24 മണിക്കൂർ ECG, ഫാർമസി, ലാബ് സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തുന്നത്. അതുപോലത്തെ അവിടെ ദന്തൽ യൂണിറ്റ് നവീകരിക്കാനുള്ള പദ്ധതികളും ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. ആധുനിക യന്ത്രങ്ങൾ, മെഷീനുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. അത് ഫാർമസിയിൽ ലാബിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ യൂണിറ്റിലേക്ക് വാങ്ങിയിട്ടുണ്ട്. എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഫാർമസിയിൽ മരുന്ന് ലഭ്യമാകുന്നതിന് ഉറപ്പുവരുത്തുന്ന നടപടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഘടിപ്പിച്ചത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ്. HMCയുടെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി അവിടെ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അവിടെ നിശ്ചയിച്ചത് സാങ്കേതിക പരിജ്ഞാനമുള്ള ജീവനക്കാരെ മാത്രമേ കഴിഞ്ഞ ഭരണസമിതി അവിടെ നിശ്ചയിച്ചിട്ടുള്ളൂ. അത് ഈ പറയുന്ന യൂണിറ്റുകളിലേക്ക് അവിടെയുള്ള സാധാരണ ക്ലീനിങ്, അതുപോലെ മറ്റ് ജോലികൾ വരുന്ന ഒരു ജീവനക്കാരെയും കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ചിട്ടില്ല. ഫാർമസി, ECG, എക്സ്റേ, ഡയാലിസിസ് യൂണിറ്റുകളിലേക്കൊക്കെയുള്ള യോഗ്യതയുള്ള എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ജീവനക്കാരെ മാത്രമാണ് നിശ്ചയിച്ചത്. അത് വളരെ കൃത്യമായി പത്രപരസ്യം നൽകി. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചൊരു മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ എനിക്ക് മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ധാരണ 16ഓളം വരുന്ന നമ്മൾ പേരാമ്പ്രയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ മാധ്യമ പ്രവർത്തകരുന്ന കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ HMC ഒരു തീരുമാനിച്ചാൽ എല്ലാ മാധ്യമങ്ങളും ഒരേ സമയം നമ്മൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾ നല്ല നിലയിൽ സഹകരിച്ചിട്ടുണ്ട്. ഒരു കാര്യവും നമ്മൾ മറച്ചു വെച്ചിട്ടില്ല. അപ്പോൾ സുതാര്യമായി പത്രപരസ്യം നൽകി, ഇൻ്റർവ്യൂ, അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സർക്കാർ അംഗീകൃത ക്വാളിഫൈഡ് കക്ഷികളാണ് നമ്മൾ വെച്ചത്. അത് ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ട്, നഴ്സുമാരെ നിയമിച്ചിട്ടുണ്ട്, ഫാർമസിസ്റ്റിനെ നിയമിച്ചിട്ടുണ്ട്, ലാബ് ടെക്നീഷ്യനെ നിയമിച്ചിട്ടുണ്ട്, എക്സ്റേ യൂണിറ്റിലേക്ക് ആൾ വെച്ചിട്ടുണ്ട്, നമ്മളുടെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ആൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം യോഗ്യതയാണ്. എന്നാൽ അതേസമയം ഇവിടെ UDF ഉന്നയിക്കുന്നത് പോലെ അതിനകത്ത് നിശ്ചയിക്കപ്പെട്ട ആളുകൾ എല്ലാവരും CPMൻ്റെ ആളുകളാണ്. എന്നാൽ അതിനകത്ത് നിശ്ചയിക്കപ്പെട്ട ഈ പറയുന്ന ക്വാളിഫൈഡ് കക്ഷികൾ 90% മറ്റ് രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകളാണ്. UDF നിശ്ചയിച്ചത്, LDF നിശ്ചയിച്ചത്, LDF ഞങ്ങളുടെ ഭരണസമിതി നിശ്ചയിച്ചത്. ഒരഭിപ്രായ വ്യത്യാസവും വന്ന HMCയിലോ ഭരണസമിതിയിലോ ആരും എന്തിയിട്ടില്ല, ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇത് സുതാര്യമായിട്ടാണ്. അപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇപ്പം പറയുന്ന ഞങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ താൽക്കാലിക ജീവനക്കാരും, ഇന്ന് ഭരണസമിതി യോഗം നടന്നു. ആ ഭരണസമിതി യോഗത്തിനകത്ത് UDFൻ്റെ പ്രതിനിധികൾ പറഞ്ഞെന്താ, ഞങ്ങൾക്ക് പുതിയ അധികാരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും പുതിയ എന്ന് തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞത്. ഞങ്ങൾ പച്ചയായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ബോഡി യോഗത്തിനകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നിലവിലുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ട്, കാരണം അവർ വർഷങ്ങളായി ജോലി ചെയ്യുന്നു. ശ്രീ സത്യൻകടിയങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് മുതൽ നിയമിക്കപ്പെട്ടവർ, അവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവർ, അവരുടെ ജീവിതത്തിലെ ഒരു ഉപജീവന മാർഗമായി കരുതുന്ന ആളുകൾ, അവരെ ഏകപക്ഷീയമായി പിരിച്ചുവിടുക എന്ന സമീപനമാണ് UDF ഭരണസമിതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 3 ആളുകളെ ഏകപക്ഷീയമായി പിരിച്ചുവിട്ടത്. അതിനകത്ത് അവർ പറയുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് അവർ പറയുന്ന കാര്യം ഇവരെ ക്രമവിരുദ്ധമായിട്ടാണ് നിയമിച്ചത്, അല്ലെങ്കിൽ ഇവരെ നിയമനത്തിൽ ഒരു രേഖയുമില്ല, വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. ഞാനിവിടെ HMCയുടെ ചട്ടങ്ങൾ, ഞങ്ങൾ HMC വിഭാഗം, ഞങ്ങൾ ഇന്ന് ബോർഡ് വളരെ വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ HMC ചട്ടങ്ങൾക്കനുസൃതമായി അതിനകത്ത് പറയുന്ന കാര്യം,
ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ചിലപ്പോൾ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായി ഇതിനകത്ത് പറയുന്ന ഒരു വസ്തുത എന്താ? HMCക്ക് ജീവനക്കാരെ നിയമിക്കാനുള്ള എന്തുണ്ട്? അധികാരമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് എന്തുണ്ട്? ഈ ചട്ടത്തിനകത്ത് പറയുന്നത് അതിൽ നിക്ഷിപ്തമായ ചുമതലകൾ ശരിയായ വിധത്തിൽ നിർവഹിക്കുവാനും രോഗികൾക്കും പൊതുജനങ്ങൾക്കും മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനും രണ്ടാം ഉപചട്ടത്തിൽ പറഞ്ഞ 1ഉം 2ഉം ഒഴിച്ചുള്ള ഇനങ്ങളുടെ വരുമാനത്തിന്റെ ലഭ്യതയ്ക്കും സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതിക്കും വിധേയമായി പൊതുജനാരോഗ്യ സ്ഥാപനത്തിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അങ്ങനെ താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അധികാരം HMC. ആ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടാണ് HMC എന്ത് ചെയ്തിട്ട് ആളുകളെ നിയമിച്ചത്. അപ്പോൾ പത്രപരസ്യം നൽകിയിട്ടുണ്ട്, ക്വാളിഫൈഡ് കക്ഷികളുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്വാളിഫൈഡ് ഉദ്യോഗാർത്ഥികൾ വെച്ച് ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയത്. ആരാണ് ഈ നിയമനാധികാരി? നിയമനാധികാരി മെഡിക്കൽ ഓഫീസറാണ്. അങ്ങനെ നിയമനാധികാരി മെഡിക്കൽ ഓഫീസറാണ്. ആ നിയമനാധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ അവിടെയുള്ള എല്ലാ ജീവനക്കാരെയും പഴയ ഭരണസമിതി അവിടെ നിയമിച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ അവരൊരു എഗ്രിമെന്റ് വെക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? ഇതിനകത്ത് അവരെ വെക്കുന്നത് താൽക്കാലികമാണ്. അടുത്ത കണ്ടീഷൻ എന്താ? താൽക്കാലികമായി ജോലിക്ക് നിയോഗിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സർവീസിൽ സ്ഥിര നിയമനത്തിന് യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. ഇക്കാര്യം അവരെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലും കരാറിലും വ്യക്തമായിരിക്കുന്നതാണ്. ഇതേ പറയുന്നുള്ളൂ. അവർക്ക് എന്തില്ല? അവരുടെ നിയമനം സ്ഥിരമല്ല, താൽക്കാലികമാണ്. ഇത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അവർക്ക് എവിടെയെങ്കിലും സർവീസ് ബ്രേക്ക് ചെയ്യണം എന്നിവിടെ പറയുന്നില്ല. ഈ ഉത്തരവ് പറയുന്നു. ഈ ഉത്തരവിനകത്ത് എവിടെയും പറയുന്നില്ല. ആ ബോണസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് 200 ദിവസത്തിലകം ദിവസ വേതനം എടുത്തവർക്ക് വേതനം നൽകാറുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് എന്തിട്ടുണ്ട്? ഇവർക്ക് ബോണസ് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായി ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇവര് ഇവിടെ സംസാരിക്കും. എന്താ ഓഡിറ്റ് റിപ്പോർട്ട് പ്രശ്നം? എന്താ ഓഡിറ്റിനെ കുറിച്ച് ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്? എന്താ? സ്വാഭാവികമായും ഈ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഓഡിറ്റിന് വിധേയമാവണം. ആ ഓഡിറ്റിന് വിധേയ ആശുപത്രി വികസനത്തിന്റെ ഓഡിറ്റ് നമ്മൾ ചട്ടത്തിനകത്ത് 9-ാമായി പറയുന്നു. അതിനകത്ത് പറയുന്നത് എന്താ? ലോക്കൽ ഫണ്ട് അക്കൗണ്ടുകളുടെ എക്സാമിനറോ അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ പഞ്ചായത്ത് ഫണ്ടിന്റെ കാര്യത്തിൽ എന്ന പോലെ ഓരോ പൊതുജനാരോഗ്യ സ്ഥാപനത്തെ സംബന്ധിച്ച ആശുപത്രി വികസന ഫണ്ട് വർഷത്തിലൊരിക്കലോ ആവശ്യമെന്ന് കണ്ടാൽ അതിനിടയ്ക്കോ ഓഡിറ്റ് ചെയ്യേണ്ടതും ഓഡിറ്റ് റിപ്പോർട്ട് മെമ്പർ സെക്രട്ടറിക്കും പഞ്ചായത്തിന് നൽകേണ്ടതാണ്. ഇത് നൽകണം. ഈ ഓഡിറ്റ് നടത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഓഡിറ്റ് നടത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ? മെമ്പർ സെക്രട്ടറി അഥവാ മെഡിക്കൽ ഓഫീസർ. അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കോ HMCക്കോ എന്തില്ല? മറ്റ് നേരിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, മറ്റ് നേരിട്ട് ഉത്തരവാദിത്തമില്ല. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അടുത്ത ഈ വാചകത്തിനത് രണ്ടാമത്തെ കണ്ടി ഇത് പറയുന്നത് മെമ്പർ സെക്രട്ടറിക്ക് ലഭിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പകർപ്പ് മാനേജിംഗ് കമ്മിറ്റിയുടെ അടുത്ത യോഗത്തിൽ ചർച്ചയ്ക്കും പരിഗണിക്കും വെക്കേണ്ടതാണ്. കൂടാതെ അതിൽ ക്രമക്കേടുകളോ പോരായ്മകളോ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അവ മെമ്പർ സെക്രട്ടറി പരിഹരിക്കേണ്ടതും ഇത് സംബന്ധിച്ച് ഒരു റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എത്രയും വേഗം മാനേജ്മെന്റ് കമ്മിറ്റിക്കും പഞ്ചായത്തിനും ഓഡിറ്റർക്കും നൽകേണ്ടതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ. എല്ലാ സ്ഥാപനങ്ങളും ഓഡിറ്റ് നടക്കും. സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്ന എല്ലാ സ്വകാര്യ, ഗവൺമെന്റ്, പൊതുമേഖല, കമ്പനി എല്ലാം ഓഡിറ്റ് നടക്കും. ആ ഓഡിറ്റിനകത്ത് നിരവധി പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച അടുത്ത ചുമതല എന്താ? റെക്ടിഫിക്കേഷൻ ആണ്. ഇവിടെ എന്താ? ഓഡിറ്റ് താൽക്കാലിക നിയമനങ്ങൾ വേണം. അവിടെ ഓഡിറ്റ് നടക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അടുത്ത മെമ്പർ സെക്രട്ടറി. താലൂക്ക് ആശുപത്രിയിൽ 2 ക്ലർക്കുമാരുണ്ട്. ഒരു ക്ലർക്കിന്റെ ഉത്തരവാദിത്വം എന്താ? ഒരു ക്ലർക്കിന് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ ചുമതല എന്താ?
ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മുഴുവൻ സർവീസുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളത് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ ചുമതലയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓഡിറ്റ് നടക്കുമ്പോൾ ഈ രേഖകളൊക്കെ ഹാജരാക്കണം. ഈ രേഖകൾ ഹാജരാക്കുന്നതിന് വീഴ്ച വന്നാൽ അടുത്ത മാർഗം എന്താ? ഈ രേഖകൾ അവർ സബ്മിറ്റ് ചെയ്യണം. ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാ വർഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടക്കാറുണ്ട്, പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്ലാതെ അവിടെയൊക്കെ വന്ന് പരിശോധന നടത്തുമ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? അവര് ഓഡിറ്റ് റിപ്പോർട്ട് നൽകാറുണ്ട്. രണ്ട് മാർഗമുണ്ട്. ഒന്ന്, ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു യോഗം ചെയ്തു, അവിടെ അവർ കാര്യങ്ങൾ വിശദീകരിക്കും, മെമ്പർമാരൊക്കെ ഇരിക്കും. ഞങ്ങൾ ഓഡിറ്റിന് വന്നാണ്, ഇന്നാണ്, ഇന്ന സായമാണ്. ഓഡിറ്റ് അവസാനിക്കുന്ന ദിവസം യോഗം നടത്തും. അതിനകത്ത് അവർ ഓഡിറ്റിലെ പോരായ്മകൾ, ഇന്ന പോരായ്മകളുണ്ട്, അവ നിങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം, ഒരു നിശ്ചിത സമയത്തിന് ഈ രേഖകൾ സബ്മിറ്റ് ചെയ്യണം. അതുകൂടി പരിഗണിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക. അപ്പൊ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ എന്ത് ചെയ്യണം? അത് റെക്ടിഫിക്കേഷൻ. ഇവിടെ HMC ഈ ഓഡിറ്റ് റിപ്പോർട്ട്, കാരണം നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ കഷ്ണവും വാലുമായിട്ടൊക്കെ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇല്ലാതെ നിങ്ങളാരും പറയണ്ട, എല്ലാം കിട്ടിയിട്ടുണ്ട്. കഷ്ണവും വാലും ഒക്കെ കിട്ടിയിട്ട് മാതൃഭൂമിയിലൊക്കെ അതിൻ്റെ. പക്ഷെ ഇത് പൂർണ്ണമായി HMC നടത്തിയിട്ടുണ്ട്. ഈ ഓഡിറ്റ് വായന നടത്തി HMC ചർച്ച നടത്തി ഇതിന്റെ റെക്ടിഫിക്കേഷൻ നടത്താൻ ഈ പറയുന്ന പോലെ, ഈ ചട്ടത്തിൽ പറയുന്ന പോലെ ആരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്? മെഡിക്കൽ ഓഫീസർ ജോലി ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, അവിടെയുള്ള ജീവനക്കാർക്ക് അതെങ്ങനെയാ ഇയാള് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരിക? അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായാലും മറ്റ് ജീവനക്കാരായാലും അവരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ചുമതലകളും ഒക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ തീരുമാനിക്കപ്പെടാം. ഞാൻ നിങ്ങളെ ഒന്ന് പറയാം, ഒരു ഉദാഹരണമായിട്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർമാരുടെയും ബന്ധപ്പെട്ട ആളുകളെയും യോഗങ്ങൾ ചേർന്ന് ആ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ജീവനക്കാരുടെ ഡ്യൂട്ടി സംബന്ധിച്ചും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് അവിടെ എന്താണ്? അവിടെ ലഭ്യമാണ്. ഒരു മിനിറ്റ്സിന്റെ കോപ്പി ഞാൻ എന്ത് ചെയ്യാം? ഒരു മിനിറ്റ്സിന്റെ കോപ്പി ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് നൽകാം. ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ താഴെ ചേർക്കുന്നു. 23. അതെന്താ? അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഡ്യൂട്ടിക്ക് ഹാജരാവേണ്ട സമയത്ത് തന്നെ എല്ലാ സ്റ്റാഫും ഹാജർ മാർക്കും ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓഡിറ്റിനകത്ത് പറഞ്ഞല്ലോ എന്ത് ജീവനക്കാർ ഇങ്ങനെ പോകുന്നു എന്ന് ഇതിനകത്ത് വന്നു. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സംബന്ധിച്ച് അവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്. ആകസ്മിക അവധി ഉൾപ്പെടെയുള്ള എല്ലാ ലീവുകളും മുൻകൂട്ടി മെഡിക്കൽ ഓഫീസർ അനുവാദത്തോടുകൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആശുപത്രിയുടെ സേവനം മെച്ചപ്പെട്ടതായിരിക്കണം. ഷെഡ്യൂൾ ഡ്യൂട്ടി റോസ്റ്റർ മുൻകൂട്ടി നൽകേണ്ടതാണ്. താലൂക്ക് ആശുപത്രിയിൽ ഇമ്മ്യൂണലൈസേഷൻ ഡ്യൂട്ടി രജിസ്ട്രേഷൻ 2 ജയിച്ചവരെ മറ്റൊരു വിവരം വെക്കാം. ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. HMC സ്റ്റാഫിന്റെ കാര്യത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പേരെഴുതി നോട്ട് ബുക്കിൽ ഒപ്പ് രേഖപ്പെടുത്തി അത് ബന്ധപ്പെട്ട അതിന് ഹെഡ് നേഴ്സ് P മാർക്ക് പ്രസന്റ് മാർക്ക് ചെയ്ത് അത് എവിടെ സബ്മിറ്റ് ചെയ്യണം? മെഡിക്കൽ ഓഫീസർ മുഖേന സമർപ്പിക്കണം. പോരായ്മകളുണ്ടാവും. പക്ഷെ ഓരോ മേഖലയ്ക്കകത്തും നമ്മൾ ആ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ തീരുമാനം എടുക്കുമ്പോൾ ഇപ്പൊ അഭിപ്രായ വ്യത്യാസം പറയുന്ന HMC ആണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് HMCയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ യോഗം ഇത് നടത്തിയ രാജൻ മരുതേരി കഴിഞ്ഞ 15 വർഷമായി HMC അംഗമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് HMC അംഗമാണ്. ഞങ്ങൾ ഇന്ന് ബോർഡ് ചർച്ച നടത്തി. കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ ഈ പറഞ്ഞ നിയമനങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രീയ നിയമനങ്ങളാണോ ഞങ്ങൾ നടത്തിയത് എന്ന് ഉള്ള വിഷയം ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, അവിടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആണ് നിയമനം നടത്തിയത്, തർക്കമില്ല. പക്ഷെ ആ യോഗ്യത പരിഗണിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ നൽകിയ ശുപാർശകളുണ്ട്, ഒന്നും തള്ളി കളഞ്ഞിട്ടില്ല. UDF ഇപ്പം താലൂക്ക് ആശുപത്രിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ക്രമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ സ്വജനപക്ഷപാതമാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3 ആളുകൾ പിരിച്ചുവിട്ടു.
പിരിച്ചുവിടുന്നതിന് ഏതൊരു തൊഴിലാളിയെയും താൽക്കാലിക തൊഴിലാളികളെയും പിരിച്ചുവിടുന്നതിന് അവർക്ക് എന്ത് ചെയ്യണം? ഒരു മാസത്തെ നോട്ടീസ്. ഇതില്ല, നിങ്ങൾ നാളെ പിരിഞ്ഞു വയ്ക്കുന്നവർ. വലിയ ഇടപെടലിന് ശേഷമാണ് അവരെ പിരിച്ചുവിടുന്ന നടപടിക്രമങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ HMC മീൻസ് HMC യോഗം തീരുമാനിച്ചെന്താ? ഈ തീരുമാനത്തിൽ എന്താ തീരുമാനിച്ചത്? ഏറ്റവും അവസാനം തീരുമാനം ഞാൻ വായിക്കാം. സ്ഥാപനത്തിലേക്ക് 3 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ പുതിയ റാങ്ക് ലിസ്റ്റ് നിയമിക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ഒഴിവ് വേണം. ഒഴിവില്ലാത്തെടുത്താൽ നിയമിച്ചു. ഇനി ബാക്കി തീരുമാനം ഇത് ഞാനിന്ന് യോഗത്തിൽ പറഞ്ഞു. ഇത് മിനി വട്ടക്കണ്ടി പേരെഴുതി ഒപ്പിട്ട മെഡിക്കൽ ഓഫീസർ ഒപ്പിട്ട് സീൽ ചെയ്ത് തന്ന രേഖ. ഇനി ഇതിനകത്ത് അങ്ങനെ ഇങ്ങനെ ഒന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലാലോ. ഇതിനകത്ത് വായിക്കാമോ തീരുമാനം? നിയമിക്കുന്നത് തീരുമാനിച്ചു. നിലവിൽ ജോലി ചെയ്യുന്ന അശ്വതി, അപർണ, അനുപ്രിയ എന്നിവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. യോഗം തീരുമാനിച്ചു. ഒരു മാസം നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? സർക്കാർ ജീവനക്കാരായാലും അവർക്ക് മാസം ഇതിന് നോട്ടീസ് കൊടുക്കണ്ടേ? അവരെന്ത് എഗ്രിമെന്റ് വെച്ചു എന്നുള്ളതല്ല. തൊഴിൽ നിയമപ്രകാരം ഈ താൽക്കാലിക തൊഴിലാളികളെ പിരിച്ചുവിടുന്ന സമയത്ത് അവർക്ക് നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ പിരിക്കുന്ന കാരണം തിരിച്ചു ആ നോട്ടീസ് കൊടുക്കും. ഇനി അടുത്തെന്താ? റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 1, 2, 3 റാങ്കിൽപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് പുനഃപരിശോധനയിൽ സർക്കാർ അംഗീകൃത യോഗ്യതയില്ലാത്തതിനാൽ 4, 5, 6 റാങ്കിൽപ്പെട്ടവരെ നിയമിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അടിവരയിട്ട് വെച്ചോളൂ. ഇത് HMCയുടെ തീരുമാനം. ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതിനകത്ത് പിരിച്ചുവിടുന്ന ജീവനക്കാർക്ക് ടെർമിനേഷൻ ലെറ്റർ നൽകാൻ തീരുമാനിച്ചു. നിങ്ങൾ ഇന്ന് ഈ യോഗ തീരുമാനത്തിൻ്റെ അന്ന് നമ്മൾ വളരെ ശക്തിയായി പറഞ്ഞുകൊണ്ട് അവർക്ക് അന്ന് നിങ്ങൾ കാരണം വാക്കാൽ പിരിച്ചോളാം. അത് പറ്റില്ല. യഥാർത്ഥത്തിൽ ഒരു മാസത്തെ നൽകി കൊടുക്കണം. എന്നാൽ ഇവിടെ ടെർമിനേഷൻ നോട്ടീസ് നൽകുന്നതിന് അന്നത്തെ യോഗം തീരുമാനിച്ചു. ഇനി അടുത്താണ് NBO വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. അതൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഇതിനകത്ത് ഇതെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് ഇന്ന് ബോർഡ് യോഗത്തിനകത്ത് അതിൻ്റെ വെച്ചു. ഇന്നത്തെ ബോർഡ് യോഗത്തിന് അജണ്ട എന്തല്ല? ഇന്നത്തെ ബോർഡ് യോഗത്തിനകത്ത് അജണ്ട 1 HMC നിയമനം അംഗീകരിക്കുന്നത് സംബന്ധിച്ച് 16/6/26 നടത്തിയ ഇന്റർവ്യൂ പ്രകാരം താലൂക്ക് ആശുപത്രി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ചുവടെ ചേർത്ത ജീവനക്കാരെ 4/7/26 മുതൽ ദിവസവേതന നിയമനം അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. 4/7 തീരുമാനിച്ചവർ നിയമനം അംഗീകാരത്തിന് സമർപ്പിക്കുന്നു. 3 ആളെ പേര് കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഫൈസ്, ഷംന ഷഹ്റാൻ, ശ്രീവിദ്യ കുറ്റ്യാടി വരാമ. 3 ആളെ പേര് ഇതിനകത്ത് കൊടുക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം എന്താ? ഒരു ഇന്റർവ്യൂ നടത്തുക, റാങ്ക് ലിസ്റ്റ് ഒരു യോഗ്യത വെച്ച് ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷ ക്ഷണിക്കുക, ഇന്റർവ്യൂ നടത്തുക. ഇന്റർവ്യൂ നടത്തിയാൽ ആദ്യം ഉണ്ടാവേണ്ട കാര്യം എന്താ? റാങ്ക് ലിസ്റ്റ് ഉണ്ടാവണം അല്ലേ? ആ റാങ്ക് ലിസ്റ്റിൽ ആരെയാ നിയമിക്കേണ്ടത്? അല്ലേ? ഇവിടെ നിയമിച്ചറിയാൻ ഇവിടെ നിയമിച്ച് 1, 2, 3 കക്ഷികളല്ല. പകരം തീരുമാനിച്ചാരാ? ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 3, 5, 6 കക്ഷികളാണ് നിയമിച്ചത്. അപ്പൊ 1, 2, 4 കക്ഷികളോട് പോയി. ഇനി HMC തീരുമാനം എന്താ? HMC തീരുമാനം 3, 5, 6 കക്ഷികളെ നിയമിക്കാനല്ല. HMC തീരുമാനം 4, 5, 6 കക്ഷികളെ നിയമിക്കാനാണ് തീരുമാനം. അതിൻ്റെ ഇടയിൽ നിയമനം പുതുതായി നൽകിയവർ പേരെഴുതിയിട്ടുണ്ട്. 4, 5, 6 കക്ഷികളെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പേര് വന്നിരിക്കുന്നത് 4ാമത്തെ കക്ഷിൻ്റെ അല്ല. അതാ വന്നിരിക്കുന്നത് 3ാമത്തെ കക്ഷിൻ്റെ. എങ്ങനെ ഇന്റർവ്യൂ നടത്തണം? ചട്ടം എല്ലാം പാലിക്കണം. ഇത് രഹിതമായിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇത് പാലിക്കണം. എന്ത് വേണം? പഞ്ചായത്തിന് മുൻകൂർ അനുമതിക്ക് വിധേയമാവണം. ആയിട്ടില്ല. 2 ഇതേ ചട്ടത്തിനകത്ത് പറയുന്ന കാര്യമില്ല. അപേക്ഷകരുടെ യോഗ്യതാ നിർണയം നടത്തിയതിനു ശേഷവും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റിന് പഞ്ചായത്തിന്റെ അംഗീകാരം വാങ്ങിയതിന് ശേഷമായിരിക്കണം നിയമനം. ഇവിടെ 4-ാം തീയതി നിയമനം നടത്തിയിട്ട് 6-ാം തീയതി അംഗീകാരത്തിന് കൊണ്ടുവന്നു. ഇനി ആ കൊണ്ടുവന്ന റാങ്ക് ലിസ്റ്റ് എങ്ങനെയാ? അത് ഞാനീ പറഞ്ഞ പോലെ നിയമവിരുദ്ധമാണ്,
അഴിമതിയാണ്. അതുകൊണ്ട് ഈ ഭരണസമിതിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് കേസുണ്ട്. അവര് ജനപ്രതിനിധികളല്ലേ? ജനപ്രതിനിധികളെ എന്തെന്നാ ജനപ്രതിനിധികൾ അവരെ സത്യപ്രതിജ്ഞ എന്താ? നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കാം. പക്ഷപാതിത്വം ഉണ്ടാവില്ല. സ്വജനപക്ഷപാതം കാണിക്കാൻ പാടില്ല. ഇതല്ലേ